ഹേ ഗായ്സ്, അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അപ്പം ഞാൻ അലോവേരേൻ്റെ മോയ്സ്ചറൈസിങ് ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഇട്ടു. പിന്നെ ഡിസാറിൻ്റെ മോയ്സ്ചറൈസിങ് സൺബ്ലോക്ക് സൺസ്ക്രീനാണ്. അത് നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് നല്ല വൈറ്റ് കാസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഒരുമാതിരി വൈറ്റ് കളറായിട്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ എന്തോ എൻ്റെ മുഖത്തൊട്ടി പിടിച്ചു, ഞാനത് കളഞ്ഞു. അത് കളഞ്ഞിട്ട് ഇപ്പുറത്തായത് ഞാൻ കണ്ടില്ല. പിന്നെ ഞാനിങ്ങനെ ആക്കിയപ്പോഴാണ് പിന്നെ അതിൻ്റെ കണ്ണിൽ ഇടയിൽ പെട്ടില്ലേ, പെട്ടു. അതെടുത്ത് ഞാൻ കളഞ്ഞു. പിന്നെ റിയൽ ബ്യൂട്ടീൻ്റെ ചീക്ക് സ്റ്റിക്കാണ്. അത് തുറന്നിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. ഞാൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കയ്യിൽ ഫുള്ള് അലോവേര ജെല്ല് മറ്റേ സൺസ്ക്രീൻ എല്ലാം കൂടെ ആയിട്ട് ഗ്ലിഗ്ലിങ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് ചീക്കിലൊക്കെ നമ്മൾ ഐ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പിങ്കിഷ് ആയപ്പോൾ അപ്പോൾ ഇത് സ്മിറ്റന്ന് വാങ്ങിയിട്ടുള്ളൊരു ബ്ലഷാണ്. അപ്പോൾ അത് തുറന്നിട്ട് കിട്ടുന്നില്ല. എനിക്ക് തുറന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനിത് കണ്ണിൻ്റെ മേലെ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം ഞാനിത് കുറച്ച് കണ്ണിലും ചീക്കിലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബ്ലഷ് കിട്ടുമല്ലോ. ഇങ്ങനെ നമ്മൾ ബ്ലഷൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട് ഇരിക്കുകയാണ്. അതൊക്കെ എടുത്ത് വെച്ചപ്പോഴാണ് ഞാൻ നോക്കുന്നത്. എൻ്റെ ടീഷർട്ട് ഞാൻ തിരിച്ചാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ മസ്കാര ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ മസ്കാരയൊക്കെ എടുത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മസ്കാര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഒരു ഭംഗിയാണല്ലോ. അങ്ങനെ മസ്കാരയൊക്കെ എടുത്ത് വെച്ച് ഇനി അടുത്തതാണ് നമ്മൾ കണ്ണെഴുതണം. അപ്പോൾ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കണ്ണെഴുതാണ്. എനിക്കാണെങ്കിൽ കണ്ണടച്ചാലേ കണ്ണെഴുതാൻ പറ്റുള്ളൂ. കണ്ണ് തുറന്നെഴുതിയാൽ ഫുള്ള് കൊളാവും. പക്ഷേ വേറുള്ളവർ, ഞാൻ കാണുന്നവരൊക്കെ കണ്ണ് തുറന്നിട്ടാണ് എഴുതാറ്. എനിക്കറിയില്ല. അങ്ങനെ കണ്ണൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു. ഒന്ന് മറ്റേത് വേറെ ടൈപ്പും ആവും. അതെപ്പോഴും നടക്കുന്നതാണ്. എന്നാലും ഞാനൊരു ഏകദേശം ടച്ചിൽ എങ്ങനെയൊക്കെയോ രണ്ടും കൂടെ ഒന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ആരൊക്കെ എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മസ്കാര എടുക്കുന്നുണ്ട്, കണ്ണിലിടുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് മസ്കാര ഇടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ ആ മസ്കാര വെച്ചിട്ട് തന്നെ പിരുകത്തിലും വരയ്ക്കുന്നുണ്ട്. കാരണം അത് കുറച്ച് ഡാർക്കായിക്കോട്ടെ എന്ന് വെച്ചിട്ട്. എനിക്ക് പെൻസിലൊന്നും എടുക്കാൻ വയ്യായിരുന്നു, ഐബ്രോ പെൻസിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനിയാണ് നമ്മളുടെ ലിപ്സ്റ്റിക്കിലേക്ക് കിടക്കുന്നത്. കിസ് ഫ്ലൈ എന്ന് പറയുന്ന ഏതോ ഒരു ലിപ്സ്റ്റിക്കാണ്, റെഡ് ഷെയ്ഡ്. സംഭവം കണ്ടപ്പോൾ രസമുണ്ടായത് കൊണ്ട് വാങ്ങി. അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഞാനിങ്ങനെ നന്നായിട്ട് പരത്തിയിടുന്നുണ്ട്. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ പിന്നെയും ആ വൈറ്റ് കാസ്റ്റിൻ്റെ സംഭവം എൻ്റെ മുഖത്ത് വന്നാണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞു. അപ്പോൾ ഇതാണ് ഞാൻ ഇടുന്ന ടോപ്പ്. അതിലേക്ക് പെയർ ചെയ്യാൻ എടുത്തിട്ടുള്ള ജീൻസാണിത്. പിന്നെ എൻ്റെ ചപ്പൽ. ഇങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ടുണ്ട് ഞാൻ. ഇതൊക്കെ കെട്ടണം. മുടി കെട്ടലാണ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്. കാരണം എൻ്റെ മുടിയിലേക്ക് ഒരു കേളി വേവി ടൈപ്പാണ്. അതുകൊണ്ട് ഇങ്ങനെ കെട്ടിയാൽ ചേട്ടും കാര്യമല്ല. ഇങ്ങനെ ഇടാനൊക്കെ നോക്കി. പക്ഷേ ഫ്രണ്ടത്തെ മുടി കുറച്ച് ലെങ്ത് ഓവറായും കൊണ്ട് അതിങ്ങനെ ഇടാൻ തോന്നിയില്ല. അവസാനം ഞാൻ അത് ഫുള്ള് കെട്ടി വെക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിട്ട് ഫുള്ള് കെട്ടി വെച്ചു. അങ്ങനെ മുടിയൊക്കെ കെട്ടി വെച്ച് നമ്മളുടെ കയ്യിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ബാങ്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് സെറ്റപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോഴേക്കും എനിക്ക് ചായ കുടിക്കാൻ പോകാനായി ഗായ്സ്. ബൈ.